ഹായ് ഹലോ എല്ലാവർക്കും കൃഷിലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ വീട്ടിൽ ആദ്യമായിട്ട് പൂവിട്ടിട്ടുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മുറ്റത്തൊക്കെ തണൽ വൃക്ഷമായിട്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു പഴവർഗ്ഗ ചെടിയാണ് ലിപ്പോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ജന്മദേശം ഫിലിപ്പീൻസാണ്. അപ്പോൾ അവിടെ വനമേഖലകളൊക്കെ ധാരാളമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ലിപ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുരുവിട്ട് കിളിപ്പിച്ച് നമുക്ക് പുതിയ തലമുറയെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളതിൻ്റെ വിത്തിട്ടാണ് കിളിപ്പിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഇത് കായ പിടിച്ച് കിട്ടും, പൂത്ത് കിട്ടും. പക്ഷേ നമ്മളിതിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 3 വർഷവും കഴിഞ്ഞിട്ടുണ്ട് ഇത് കായ്ക്കാനായിട്ട് എന്നുള്ളതാണ് നമുക്കിവിടെ അനുഭവം. നിറച്ച് പൂവാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ശരിക്കും പൂ മൊട്ടുണ്ടായിട്ട് തന്നെ 1 മാസം ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ ബറാബാടെ വീഡിയോ എടുത്തില്ലേ, ആ സമയത്ത് ഇവിടെ ഇതിന് മൊട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ട് സന്തോഷിച്ചാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ പൂ ഒന്ന് വിരിഞ്ഞത്. നമുക്കൊരു വീഡിയോ എടുക്കാൻ പാകത്തിലേക്കായത് ഇപ്പോഴാണ് കേട്ടോ. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു ഫ്രൂട്ടിനെന്ന് പറയുന്നത്, ലിപ്പോട്ട് എന്ന് പറയുന്ന ഫ്രൂട്ടിന്. അത് കൊളസ്ട്രോൾ, അതേപോലെ തന്നെ ഡയബറ്റിക്സ്, BP ഇതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഉള്ളവർക്കാണെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മൾ വ്യത്യസ്തങ്ങളായ ഫ്രൂട്ട് കഴിക്കുന്നതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നല്ലേ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ഫ്രൂട്ട് അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉള്ളത് കൂടിയാണ് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഒരുപാട് നമ്മൾ വെയിലത്ത് തന്നെ വെക്കണമെന്നില്ലാത്ത ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇത് നല്ല ഹൈറ്റിലേക്ക് ഇവിടെ പോയതാണ്, നമ്മളൊന്ന് കട്ട് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്ത് കുറച്ചുകൂടി താഴെ വെച്ച് തന്നെ കട്ട് ചെയ്യേണ്ടതായിരുന്നു. ഇതിനെ നമുക്ക് വേണമെങ്കിൽ കുറ്റിച്ചെടിയായിട്ട് വളർത്താവുന്നതാണ്, ഒരുപാട് ഹൈറ്റിലേക്ക് പോവാതെ. അപ്പോൾ ഇതിൻ്റെ തടിയുണ്ട്, ഇത്രയാണ് ഇതിൻ്റെ തടിയുടെ വണ്ണമൊക്കെ. തൊലി പൊളിയുന്ന പോലത്തെ ഒരു പ്രകൃതമാണ് ഇതിൻ്റെ തടിയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഹൈറ്റ് കുറച്ചും വളർത്താം, ഹൈറ്റ് കൂട്ടി നമുക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കായ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും പുതുതായിട്ട് നടുന്ന ആൾക്കാർ ഒന്ന് ഹൈറ്റ് കുറച്ച് നടന്നതായിരിക്കും നല്ലത്. എന്താണെങ്കിലും ഒരു 3 വർഷം ആ ഒരു കാലയളവിലൊക്കെ ആയിരിക്കും ഇത് കായ്ക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന പരിചരണം കാര്യങ്ങളും കൂടി അനുസരിച്ചിരിക്കും. ഞങ്ങൾ ഇവിടെ ഒരുപാട് പരിചരണം എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഈ ഒരു പ്ലാന്റിനെ നമുക്ക് എത്രത്തോളം നമുക്ക് അറിയത്തില്ല. നമ്മുടെ നാട്ടിലൊന്നും അത്ര കോമൺ ആയിട്ട് നമ്മൾ പോയ ഫാമുകളിലൊന്നും കാണാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു അവസ്ഥ അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കെയർ ഈ പ്ലാന്റിന് ഒരു ഒതുങ്ങിയ ഒരു സ്ഥലത്താണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. ഒത്തിരി പരിപാലനം കൊടുത്തിട്ടില്ല. അപ്പോൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ചാണകപ്പൊടി അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്, ആട്ടിൻകാഷ്ടം അങ്ങനെയുള്ള വളങ്ങളായിരുന്നു കൊടുത്തിരുന്നത്. ഇതിൻ്റെ ഓരോ ശിഖരത്തിലും നല്ല നിറച്ച് കൊലയായിട്ട് ഇതിൻ്റെ പൂക്കളുണ്ടായി നിൽക്കുവാണ്. താഴെ വരെ ഇവിടെ കണ്ട താഴെ വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ചാമ്പയുടെ പൂവില്ലേ, അതേപോലെ ഒരു നല്ലൊരു പൂവ്, അതിലും നല്ല ഭംഗി. എൻ്റെ പൂ കണ്ടാൽ മതി എന്ന് പറയുന്ന അവസ്ഥയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നിറച്ച് പൂക്കളും കാര്യങ്ങളുമായിട്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഫ്രൂട്ട് പ്ലാന്റുകളെല്ലാം കായ്ക്കുന്ന ഒരു സമയമാണ്. അപ്പം നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് തേനീച്ചകൾ. ഇതങ്ങോട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ തേനീച്ചയ്ക്ക് ഒരു പഞ്ഞമില്ല, നിറച്ച് തേനീച്ച വരുന്നുണ്ട്. അപ്പോൾ പോളിനേഷനും ഒക്കെ അത് കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ നമ്മുടെ മറ്റുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾക്കും ഇത് ഗുണം ചെയ്യും. ഇത് നമ്മൾ വേനൽക്കാലത്ത് നനച്ച് കൊടുക്കാറുണ്ട്. നന നിർബന്ധമാണ്. വേനൽക്കാലത്ത് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വളവും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 കൊല്ലം കൊണ്ട് തന്നെ ഇത് കായ്ച്ച് കിട്ടും. സീഡിട്ട് മുളപ്പിച്ച പ്ലാന്റുകൾ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളും ഇതിന് വേനൽക്കാലത്ത് നനച്ച് കൊടുക്കാറുണ്ട്. ബാക്കിയുള്ള പഴവർഗ്ഗ ചെടികൾക്ക് നനയ്ക്കുന്ന കൂട്ടത്തിൽ. ഇതിൻ്റെ കായകളെക്കുറിച്ച് പറയാനാണെങ്കിൽ നല്ല മുന്തിരിയുടെ കളറിലാണ് ഇത് പഴുത്ത് വരുമ്പോൾ ഇരിക്കുന്നത്. ഇങ്ങനെ പുറ്റുപുറ്റായിട്ടുണ്ടാകും. കാര്യം ഇതിൻ്റെ പൂ തന്നെ കൊലയായിട്ടല്ലേ, അപ്പോൾ അതുപോലെ കൊലയായിട്ടുണ്ടാകും. ഇതിൻ്റെ ടേസ്റ്റ് മധുരവും അതുപോലെ തന്നെ പുളിയും ചേർന്നിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഫ്രൂട്ട് പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജബോട്ടിക്കാബയില്ലേ, ജബോട്ടിക്കാബയുടെ കായ പോലെയാണ് ഇതിൻ്റെ കായ നമുക്ക് കാണാൻ കഴിയുക. അതേപോലെ തന്നെ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ നമുക്ക് വെറുതെ പഴമായിട്ട് കഴിക്കാം. പിന്നെ അതുപോലെ വൈൻ ഉണ്ടാക്കാൻ ഇത് ബെസ്റ്റാണെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ജാം, ജെല്ലി അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, സ്കോഷൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്ന ഒരു പഴവർഗ്ഗ ചെടി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മളിത് കറക്റ്റായിട്ട് ആയിക്കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യുക.